നിങ്ങളുടെ ഭക്ഷണം വിപണിയുടെ കരങ്ങളിലാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണ്? നാളെ യുദ്ധമോ അല്ലെങ്കിൽ മഹാമാരിയോ പേമാരിയോ കാലാവസ്ഥാ ലോക്ക്ഡൌണോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അത്തരമൊരു പ്രതിസന്ധി വന്നാൽ നിങ്ങളുടെ കുടുംബത്തെ പോറ്റാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചിന്ത. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: ഫുഡ് സെൽഫ് റിലയൻസ് ബിൽഡ്സ് ഹെൽത്ത്, സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ്. ഭക്ഷണ സ്വാശ്രയത്വം എന്നത് സ്വന്തം ആഹാരത്തെ വിപണി ആശ്രയത്വത്തിൽ നിന്നും പരമാവധി മോചിപ്പിച്ച് പ്രകൃതിയോട് ചേർന്ന് ഉൽപ്പാദിപ്പിക്കുകയും തെരഞ്ഞെടുത്തുപയോഗിക്കുകയും ചെയ്യുവാനുള്ള ശേഷിയാണ്. ഇത് പൂർണ്ണമായ ഒറ്റപ്പെടലല്ല, അനാവശ്യ ആശ്രയത്വം ഒഴിവാക്കി ഭൂമിയുമായും ജീവജാലങ്ങളുമായും യോജിച്ച് ജീവിക്കുന്ന ബോധമാണ്. പ്രാദേശിക കൃഷി, ജൈവ രീതികൾ, വിത്ത് സംരക്ഷണം, കാലാവസ്ഥാനുസൃത ഭക്ഷണം, ലളിത പാചകം, സംഭരണം, മണ്ണും ജലവും സംരക്ഷിക്കൽ, സമൂഹ സഹകരണം എന്നിവ ഇതിന്റെ ഘടകങ്ങളാണ്. ചെറുതോട്ടം ആരംഭിക്കൽ, പാരമ്പര്യ വിത്തുകൾ ഉപയോഗിക്കൽ, രാസവസ്തുക്കളും വ്യാവസായിക സങ്കേതങ്ങളും ഒഴിവാക്കൽ, വീട്ടിൽ പാചകം ചെയ്യൽ, ഭക്ഷണനാശം ഒഴിവാക്കൽ എന്നിവ വഴി ഇത് കൈവരിക്കാം. ഇതിലൂടെ ആരോഗ്യവും സുരക്ഷയും വർദ്ധിക്കും, ചെലവ് കുറയും, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും, സാമൂഹ്യ ബന്ധം ശക്തമാകും. ഭക്ഷണ സ്വാശ്രയത്വം മനുഷ്യനെ ഭൂമിയോട് വീണ്ടും ബന്ധിപ്പിക്കുന്ന സുസ്ഥിര ജീവനത്തിന്റെ അടിസ്ഥാനമാണ്. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സ്വാശ്രയത്വം എന്ന പരമ്പരയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. കൃത്യമായ ഒരു സമയത്താണ് നമ്മൾ ഈ വിഷയം പ്രതിപാദിക്കുന്നത്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണെങ്കിലും ആരുടെ പേരിലാണെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തെ, നമ്മളുടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രദേശത്തെ ആളുകളുടെ ജീവിതത്തെ, ഇവിടുത്തെ ജീവജാലങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കാൻ പോകുന്ന ഒന്നാണ്. ഈ പശ്ചാത്തലത്തിൽ നമ്മളെ പ്രധാനമായും ബാധിക്കുന്ന ഒന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും എന്നുള്ളതാണ്. എണ്ണ വില കൂടുമ്പോൾ എണ്ണയുടെ ലബ്ധി കുറയുന്ന സമയത്ത് എണ്ണയുടെ വില കൂടും. എണ്ണ വില കൂടുന്ന സമയത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും. ഇത് ടോട്ടൽ ഇക്കോണമിയെ ബാധിക്കും. അപ്പൊ ഇത് ഈ രൂപത്തിൽ തന്നെ വരണമെന്നില്ല. ലോക്ക്ഡൌണുകളുടെ, കാലാവസ്ഥാ ലോക്ക്ഡൌണുകളുടെ, പ്രകൃതി ദുരന്തങ്ങളുടെ ഒക്കെ രൂപത്തിൽ നാട്ടിൽ വന്നാലും മതി. നമ്മൾ എത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് സ്വാശ്രയത്വമില്ലെങ്കിൽ നമ്മളെ ഇത് ബാധിക്കും. അപ്പോ ആ ഒരു പശ്ചാത്തലത്തിൽ ഭക്ഷ്യ സ്വാശ്രയത്വത്തിന്റെ പ്രാധാന്യത്തെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളെ ഭക്ഷണം നമ്മൾ സംഘടിപ്പിക്കുന്നത് സാധാരണ രീതിയിൽ അടുത്തുള്ള കടകളിൽ നിന്നാണ്. കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ അടുപ്പിലിട്ട് പാചകം ചെയ്യുന്നു. ജപ്പാനിലൊക്കെ ആണെങ്കിൽ അത് അടുപ്പിൽ പാചകം പോലും ഇല്ല, പിന്നെ അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നു, നേരെ ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അത്രത്തോളം ആയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടുന്ന, പാചകം ചെയ്യാൻ വേണ്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അടുത്തുള്ള മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കുന്നു. ചിലര് ചെറിയ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നവരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ലാഭം കൊയ്യാൻ ശ്രമിക്കും. ഈ ഭക്ഷ്യസാധനങ്ങൾ ശരിക്കും നമ്മുടെ ശരീരത്തിന് ഉതകുന്നതാണോ എന്നുള്ളത് ആരോഗ്യപരമായ ഒരു വശമാണ്. ആ വശം നോക്കുന്ന സമയത്ത് ഈ ബഹുദൂരത്തില് വേറൊരു കാലാവസ്ഥയിൽ, വേറൊരു പശ്ചാത്തലത്തിൽ, വേറൊരു ധർമ്മത്തിനു വേണ്ടി ഉണ്ടായ ജീവികൾക്ക് കഴിക്കാൻ വേണ്ടി ആ പ്രദേശങ്ങളിൽ ഉണ്ടായ ഭക്ഷ്യങ്ങൾ അവിടെ നിന്ന് വിളവെടുത്ത് വിപണിയുടെ ആവശ്യത്തിനു വേണ്ടി ബഹുദൂരം യാത്ര ചെയ്ത് നമ്മുടെ അടുത്തേക്ക് എത്തി തളർന്ന് അവിടെ കടകളിൽ ഇരിക്കുന്ന സമയത്ത് ആ കടകളിൽ നിന്നും നമ്മൾ വാങ്ങിച്ച് 2-3 ദിവസം സൂക്ഷിച്ച് അതിനുശേഷം പാചകം ചെയ്യുന്ന സമയത്ത് അതിന് നമ്മുടെ നാടിനെ, നമ്മുടെ പശ്ചാത്തലത്തെ, നമ്മുടെ മണ്ഡലത്തെ, നാം എന്നുള്ള വ്യക്തിയെ, സത്തയെ അറിയാത്ത ആ ഒന്നിന് നമ്മുടെ ശരീരത്തിന് പോഷകമാകാൻ കഴിയുന്നത് സത്യത്തിൽ കഷ്ടമാണ്. എങ്കിലും നമ്മളത് കഴിക്കുന്നു. കാരണം നമ്മൾ ഭൗതികമായി മാത്രമേ അതിനെ മനസ്സിലാക്കുകയുള്ളൂ. നമ്മുടെ ആവശ്യം എന്തെന്ന് ആ ഭക്ഷ്യത്തിന് അറിയില്ല.
ആ ഭക്ഷ്യത്തെ ഉണ്ടാക്കിയ സസ്യങ്ങൾക്ക് ഒട്ടു പറയില്ല. കാരണം അത് മറ്റൊരു ധർമ്മ മണ്ഡലത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് വ്യവസ്ഥാ നിയമത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം. എങ്ങനെയാണ് വ്യവസ്ഥാ നിയമം ത്തിനകത്ത് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്, അവയുടെ ധർമ്മപരിപാലന സമ്പ്രദായം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയണം. അത് അറിയുന്നവർക്ക് ഇത് കൃത്യമായിട്ട് ബോധ്യമാവും, അല്ലാത്തവർ ഇത് ഇട്ടേക്കുക. ഇനി ഇങ്ങനെ ഒരു ഭക്ഷ്യവസ്തു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിന് നമ്മൾ പണം കൊടുത്തു വാങ്ങിക്കുന്നു. പണം കൊടുത്തു വാങ്ങിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതായിത്തീരുന്ന സമയത്ത്, നമ്മൾ പൂർണ്ണമായിട്ടും വിപണിയെ ആശ്രയിക്കുന്ന സമയത്ത് പണം കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരവസ്ഥ വരും. പണത്തിന് ഈ വിലക്കയറ്റം വല്ലാതെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് ലഭിക്കാൻ പാകത്തിലുള്ള ഭക്ഷ്യങ്ങൾ നമുക്ക് സംഭരിക്കാൻ കഴിയാതെ വരും. അപ്പോ വിപണിയെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഭക്ഷണത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ വിപണി ആശ്രയത്വത്തിൽ നിന്നും പരമാവധി നമ്മെ മോചിപ്പിച്ച്, ഭക്ഷണത്തെ മോചിപ്പിച്ച് പ്രകൃതിയോട് ചേർന്ന് ഉൽപ്പാദിപ്പിക്കുക. ഈ പ്രകൃതിയോട് ചേർന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഉൽപാദനം ശരിയാണോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. സംസ്കൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാടും നടിയിലുമുള്ളവനായതുകൊണ്ട് അവരതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. നമ്മൾ ബേസിക്കലി ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഉൽപ്പാദിപ്പിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. നമുക്ക് ചുറ്റുപാടുമുള്ള വസ്തുക്കളിൽ നിന്നും സസ്യജാലങ്ങളിൽ നിന്നും സംഭരിക്കുകയാണ് വേണ്ടത് എന്ന മറ്റൊരു റിയാലിറ്റി ഉണ്ട്. ഞാൻ ആ ആഴങ്ങളിലേക്ക് തൽക്കാലത്തേക്ക് പോകുന്നില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് തന്നെ കരുതുക. നമ്മൾ നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ചൂടും ചൂരും കേട്ടുകിടക്കുന്ന ഭാഗത്ത് നമ്മൾ അത് ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ അടുത്തോ അയൽപ്പക്കത്തോ അതിന്റെ അപ്പുറത്തെ വീട്ടിലോ ഉള്ള കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളത് ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച്. നമ്മളത് ഉൽപ്പാദിപ്പിക്കുകയും അത്തരം പ്രാദേശിക ഭക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാനുള്ള ശേഷിയാണ് സത്യത്തിൽ ഭക്ഷ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. ഈ പ്രാദേശിക ഭക്ഷ്യം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ മണ്ണിൽ ഇവിടുത്തെ ജീവജാലങ്ങളുടെ ധർമ്മത്തെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അത് കാലികമായി ലഭിക്കുന്നതായിരിക്കും. അവ നമ്മള് ഉൽപ്പാദിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടിൽ നിന്നും കളക്ട് ചെയ്യുന്നതാകാം. അങ്ങനെയുള്ള ഭക്ഷ്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വിപണിയെ ആശ്രയിക്കുന്ന ഒരവസ്ഥ അതിൽ നിന്നും ഒഴിവാക്കും. വിപണിയെ ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്നു എന്നല്ല അതിനർത്ഥം. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ വിപണിയിൽ നിന്ന് ഒഴിവാക്കി പൂർണ്ണമായ സ്വാശ്രയത്വത്തിൻ്റെതായ ഒരു മണ്ഡലം സൃഷ്ടിക്കുന്നു വെച്ചാൽ നമ്മളൊരു തുരുത്താണ് ഉണ്ടാക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. അത് നമ്മൾ വിപണിയിൽ നിന്നും മാറി നിൽക്കുക എന്ന് വെച്ചാൽ വിപണി എന്തിന്റെയാണ്, ആരുടെയാണ്, ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതൊരു പുതിയ വിതരണ സമ്പ്രദായം എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല. ഇത് പണത്തിന്റെ ഒഴുക്ക് ഒരു പ്രത്യേക വിഭാഗം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്. സ്വാശ്രയത്വം നഷ്ടപ്പെടുത്തി കൊണ്ടാണ് ഈ വിപണി നിലനിൽക്കുന്നത്. അപ്പോ സ്വാശ്രയത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുള്ള മാർഗം. ഈ അനാവശ്യമായിട്ടുള്ള ആശ്രയത്വം, നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഉണ്ടാകുമെന്നിരിക്കെ നമ്മൾ ഈ അനാവശ്യ ആശ്രയത്വം ഒഴിവാക്കി ഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. ഭൂമി മാത്രമാണോ? ഭൂമിയുള്ള മറ്റ് ജീവജാലങ്ങൾ, സൂക്ഷ്മജീവികൾ, മറ്റ് ജാലങ്ങളുമായി യോജിച്ച് ജീവിക്കാനുള്ള ഒരു ബോധമാണ് സത്യത്തിൽ ഭക്ഷ്യസ്വാശ്രയത്വം എന്ന് പറയുന്നത്. അത് കേവലം വിപണി ഒഴിവാക്കൽ മാത്രമല്ല, നമ്മൾ ചുറ്റുപാടുമായിട്ട്, പരിസരവുമായിട്ട്, നമ്മുടെ സ്ഥലകാല രൂപഭാവ ഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കാനുള്ള ഒരു ബോധമാണ്, അതിലായിരിക്കുന്ന അവബോധമാണ്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രാദേശിക കൃഷിയാണ്. പ്രാദേശിക കൃഷി എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കലി വളരുന്ന ചെടികളിൽ നിന്ന് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഉണ്ടാവുന്ന സസ്യജാലങ്ങളിൽ നിന്നും വേണ്ടത് സംഭരിക്കുക എന്നുള്ളതാണ്. അത്തരം സസ്യജാലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. നമുക്ക് പലപ്പോഴും ഇവിടെ കലർപ്പുകൾ വന്നിട്ടുണ്ട്. ഏതൊക്കെ ചെടിയാണ് നമ്മുടെ നാടിന്റെ ചെടി എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് അന്ധത വന്നുപോയിട്ടുണ്ട്, അജ്ഞത വന്നുപോയിട്ടുണ്ട്. എങ്കിലും പ്രാദേശികമായി നമ്മൾ നിരന്തരം കാണുന്ന വസ്തുക്കൾ, നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, നമ്മുടെ ഈ ഭൂപ്രദേശത്തെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള സസ്യജാലങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രാദേശികമായിട്ട് വേണം കൃഷി ചെയ്യാൻ. പറ്റുമെങ്കിൽ വീടിന്റെ മുറ്റത്ത്, വീടിന്റെ വശത്ത്, വീടിന്റെ പുറകിൽ, അവിടെയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു ഹോം സ്റ്റഡ് എന്നുള്ള ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇനി അതും സാധിക്കുന്നില്ല നമ്മുടെ ഗ്രാമത്തിന്റെ അതിരിനകത്ത് എവിടെയെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ള ഒരു കൃഷിയാണ് പ്രാദേശിക കൃഷി എന്ന് പറയുക. ജൈവരീതികൾ എന്നുള്ള ഒരു വാക്കിവിടെ പറഞ്ഞു. എന്താണ് ജൈവരീതി? ജൈവം എന്ന് വെച്ചാൽ ജീവസുറ്റത്. ജീവസുറ്റത് എന്ന് വെച്ചാൽ സ്വയം
പരിചരണ സ്വയം സംഘാടന സംവിധാനമുള്ളത്. രാസികങ്ങൾ അവിടെ ഉപയോഗിച്ചാൽ അതിന് സ്വയം പരിചരണ സംവിധാനമല്ല, അത് ജൈവമായിട്ടുള്ള ഭക്ഷ്യ സംവിധാനത്തിന്റെ, ഭക്ഷ്യോൽപാദന സംവിധാനത്തിന്റെ ഘടനയെ ഭീഷണിപ്പെടുത്താൻ പാകത്തിൽ അതിനകത്ത് കയറി നിന്ന് അവിടെ അപാകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെടികളെ പെട്ടെന്ന് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കാൻ പാകത്തിൽ അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കാൻ പാകത്തിൽ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും സമ്പുഷ്ടീകരണമല്ല, പോഷണമല്ല, പകരം അത് ആ സസ്യത്തെ ഭീഷണിപ്പെടുത്തലാണ്, ഭയപ്പെടുത്തലാണ്. ആ ഭയപ്പെടുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അതിനു പകരം നമ്മൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഘടകങ്ങളെ, മണ്ണിന്റെ ആ സൂക്ഷ്മ ജാലികാവസ്ഥയെ നഷ്ടപ്പെടുത്താതെ നിലനിർത്തിക്കൊണ്ട് ഉപയോഗിച്ച് അവയിൽ വളർത്തിയെടുക്കുന്നതിലൂടെയാണ്. അവിടെ ഏകവിളയല്ല, ബഹുവിളയാണ് ഉണ്ടാവുക. ഇതെല്ലാമാണ് നമ്മൾ സുസ്ഥിര കൃഷി രീതി നമ്മളെ ബോധ്യമാക്കുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല തൽക്കാലം. പിന്നെ നമുക്ക് ഇവിടുത്തെ വിത്തുകൾ, ഈ സസ്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വിത്ത് വേണം. ഈ വിത്ത് എന്നുള്ളത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോർപ്പറേഷനിൽ നിന്നും വാങ്ങിച്ചാൽ അവിടെ നിന്ന് കിട്ടുന്നത് ഹൈബ്രിഡ് വിത്തുകളോ അല്ലെങ്കിൽ അന്തക വിത്തുകളോ ആയിരിക്കും. ഈ വിത്തുകളുടെ പ്രത്യേകത വെച്ചാൽ ഒരു വിത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടി ഉണ്ടാവും, അതിനകത്ത് വിത്ത് ഉണ്ടാകണമെന്നില്ല, അഥവാ വിത്ത് ഉണ്ടാകണമെങ്കിൽ അത് ചെടി ഉണ്ടാകണമെന്നില്ല. അടുത്ത തവണ വീണ്ടും നമ്മൾ വിത്ത് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഷിക ആവശ്യത്തിന് വേണ്ടുന്ന വിത്തുകൾ നമ്മൾ തന്നെ നമ്മുടെ കൃഷിയിൽ നിന്നും മിച്ചം വെച്ച് സംഭരിക്കേണ്ടതുണ്ട്. അതാണ് വിത്ത് സംരക്ഷണം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷെ ഇത് ഒരുപാട് കാലം കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പലരും പേറ്റന്റുകൾ എടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇത് ചെയ്തേ മതിയാവൂ. പിന്നെ ഭക്ഷണത്തിന്റെ സ്വാശ്രയത്വത്തിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ഭക്ഷണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അനാവശ്യമായ സംഭരണം വേണ്ടി വരില്ല. ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അധികമായി സംഭരിക്കേണ്ടി വരില്ല. പക്ഷെ സംഭരിക്കേണ്ടതില്ലേ? സംഭരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം അറ്റ മഴക്കാലത്ത് ഭക്ഷണം ലഭ്യമാകില്ല. അപ്പൊ നമ്മൾ സംഭരണം നമ്മുടെ ഒരു രീതിയായി മാറണം. പിന്നെ ഇത് നമുക്ക് ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും അനുകൂലമാകണമെങ്കിൽ ലളിതമായ പാചകത്തിലൂടെ കൊണ്ടുപോകണം. പാചകം ചെയ്യുന്നത് ശരിയല്ല, എങ്കിലും പാചകം ചെയ്തതാണ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ശീലം എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അത് ലളിതമായിരിക്കണം. സങ്കീർണമായിട്ടുണ്ടെങ്കിൽ ഈ ആരോഗ്യത്തെ നിലനിർത്താൻ ഇതുകൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല. ഈ ഭക്ഷ്യ ഉൽപാദനം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മണ്ണും ജലവും സംരക്ഷിക്കപ്പെടണം. ഈ മണ്ണ് സംരക്ഷിക്കാന്ന് വെച്ചാൽ കുറെ തെറ്റ് കെട്ടിയിട്ട് അതിനിടയിൽ കുറെ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് ആ വേസ്റ്റ് സംരക്ഷിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ സൂക്ഷ്മജീവ ജാലികയെ നിലനിർത്തണം, സൂക്ഷ്മജീവികളുടെ ജാലികയെ നിലനിർത്തണം. അതിലേക്ക് സൂര്യപ്രകാശം തട്ടാതിരിക്കണം, മണ്ണ് നഗ്നമാകാതിരിക്കണം. അതിനകത്ത് ജലാംശം നിലനിർത്താൻ പാകത്തിലുള്ള ചെടികൾ ഉണ്ടാകണം. നമ്മൾ കൃഷി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ മുഴുവൻ വെട്ടിനിരപ്പാക്കി കാലിയാക്കി അതിനുശേഷം നമുക്ക് വേണ്ടുന്ന വിത്തുകൾ മാത്രം നട്ടു പിടിപ്പിക്കുന്ന രീതിയാകരുത്. അവിടെ ബഹുവിളകൾ ഉണ്ടാകണം. അങ്ങനെയാകുമ്പോഴാണ് മണ്ണ് അതിന്റെ ജൈവാംശം നഷ്ടപ്പെടുത്താതെ സൂക്ഷ്മ കാലാവസ്ഥയെ നിലനിർത്തുന്നത്. അത് സ്വയമേവ ജലത്തെ സംരക്ഷിച്ചുകൊള്ളും. ജലം വാർന്നു പോകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം കുറയ്ക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത്, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ചുറ്റുപാടുള്ളവരുടെ സഹകരണം ആവശ്യമാണ്, സാമൂഹിക സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ ബോധവൽക്കരിക്കേണ്ടതും ആവശ്യമാണ്. ഇതെല്ലാം ഈ പറയുന്ന ഭക്ഷണ സ്വാശ്രയത്വത്തിന്റെ ഘടകങ്ങളാണ്. പ്രായോഗികമായിട്ട് ഇത് എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെറിയൊരു തോട്ടം ആരംഭിക്കുക. ചെറിയൊരു തോട്ടം, വളരെ ചെറിയൊരു തോട്ടം, 1 സെന്റ് സ്ഥലത്തോ അങ്ങനെയുള്ള ഒരു ചെറിയ തോട്ടം ആരംഭിക്കുക. പിന്നെ പാരമ്പര്യ വിത്തുകൾ സംഭരിക്കുക പരമാവധി. അതുപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക. നിത്യേന അതിനകത്ത് ഇടപെടുക, നിത്യേന ആ ഒരു ആക്ടിവിറ്റിയിൽ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ കുറേയേറെ ഭാഗം നമ്മളെ തീറ്റുന്നവരുമായിട്ടുള്ള ഒരു ഇടപെടലായിക്കൊണ്ടിരിക്കുക. അവിടെയെല്ലാം തന്നെ ഈ രാസവസ്തുക്കളോ അല്ലെങ്കിൽ വ്യാവസായിക സങ്കേതങ്ങളോ യന്ത്രങ്ങളോ ഒക്കെ ഒഴിവാക്കുക. നമ്മുടെ കൈകൊണ്ട് പരമാവധി ചെയ്യുക. ആ കൈകൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശേഷിയെ നിലനിർത്തുന്നതാണ്. നമ്മുടെ ശേഷിയെ ദീർഘകാലത്തേക്ക് നിലനിർത്തും. നമ്മുടെ ആർജവത്തെ അത് നിലനിർത്തും. നമുക്കുള്ള ഭക്ഷണം എന്തായിരിക്കണമെന്ന് പ്രകൃതി തീരുമാനിക്കാനുള്ള ഒരു പശ്ചാത്തലം അവിടെ ഒരുങ്ങും. നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം നിലനിന്നു പോകും. യന്ത്രം ഉണ്ടാകുന്ന സമയത്ത്, യന്ത്രം എന്ന് വെച്ചാൽ ഇപ്പോ പുല്ല് വെട്ടുന്നതോ അല്ലെങ്കിൽ വെട്ടുന്നതോ മൺവെട്ടി ഉപയോഗിക്കുന്നതോ പോലും അധികമാണെന്ന് ഞാൻ പറയും.
അപ്പോൾ എത്രത്തോളം യന്ത്രങ്ങളെ ഒഴിവാക്കാൻ കഴിയുമോ അത്രത്തോളം യന്ത്രങ്ങളെയും വ്യാവസായിക സങ്കേതങ്ങളെയും ഒഴിവാക്കിയിട്ട് കൃഷി ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവരും ജീവിക്കണ്ടെന്ന് കരുതിയിട്ട് ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുക. നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ലോ ഹോട്ടലിൽ പോയിരുന്നത്, നമുക്ക് ജീവിക്കാൻ ഹോട്ടലിലെ ഭക്ഷണം ആവശ്യമില്ല, അവരും ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോകുന്നത് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ആ ഹോട്ടൽ ഭക്ഷണം എന്നുള്ളത് ഒഴിവാക്കുക. ഹോട്ടൽ ഭക്ഷണം എന്ന് വെച്ചാൽ വ്യാവസായിക ഭക്ഷ്യ ശൃംഖലയുടെ ഒരു അവസാനത്തെ കണ്ണിയാണ്. വ്യവസായത്തെ അതേപോലെ തന്നെ ഇപ്പൊ അമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അമ്മയുടെ ഗതികേട് കൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കേണ്ടി വരുന്നത്. അമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന സമയത്ത് ഒരിക്കലും അതിൽ ലാഭം പ്രതീക്ഷിക്കുന്നില്ല. അവസാനമെങ്കിലും അത് നമ്മള് ഭക്ഷണത്തിന്റെ ആ ഒരു എന്ന് വെച്ചാൽ അമ്മ പാലൂട്ടിയതിന്റെ തുടർച്ചയാണ് അമ്മ നമുക്ക് ഭക്ഷണം തരുന്നത്. അപ്പൊ ആ തുടർച്ച നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഹോട്ടലിൽ അതല്ല. വിപണി എന്നത് മാത്രമേ ഉള്ളൂ, ഇവിടെ ലാഭം എന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഭക്ഷണത്തിന്റെ സുരക്ഷ, നമ്മുടെ ആരോഗ്യത്തിന്റെ സുരക്ഷ, ഭക്ഷ്യ സ്വാശ്രയത്വം എന്നുള്ളതൊന്നും അവിടെ വിലയില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. കിട്ടിയ ഭക്ഷണത്തെ സംരക്ഷിക്കാൻ നോക്കുക, നഷ്ടപ്പെടുത്താതിരിക്കുക. ആവശ്യത്തിന് മാത്രം പാചകം ചെയ്യുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക. അനാവശ്യമായിട്ടുള്ളത് ഉണ്ടാക്കാതിരിക്കുക. ഇനി അനാവശ്യമായിട്ടുള്ളത് ഉണ്ടായിരിക്കട്ടെ, നമ്മൾ കഴിച്ചു, ഇനി ബാക്കി ഇതെല്ലാം ഒന്നും അതും തിന്ന് തീർത്തേക്കാമെന്ന് വിചാരിക്കേണ്ട. ബാക്കിയുള്ളത് ഏതെങ്കിലും ചെടികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം. അത് ഒഴിവാക്കാൻ, ചെടികൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നതല്ല, ഈ വേസ്റ്റ് ആവുന്നത് ഒഴിവാക്കാൻ കുറഞ്ഞ പാചകം ചെയ്യുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഭക്ഷ്യ സ്വാശ്രയത്വം എന്നുള്ളത് നമുക്ക് കൈവരിക്കാനാകും. ഇത് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും, സുരക്ഷയെ വർദ്ധിപ്പിക്കും. ഇനി ഇത് നമ്മളങ്ങനെ ഭക്ഷണം സ്വയമേവ ഉണ്ടാക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ നമുക്ക് കോൺഫിഡൻസ് വരും, ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വരും. ഇപ്പൊ യുദ്ധം ടോട്ടലി ഇവിടുത്തെ ഒരു സംവിധാനത്തെ നിർത്തുന്നു എന്നിരിക്കട്ടെ. ഇപ്പൊ അടുത്തൊരു കാലാവസ്ഥാ ലോക്ക്ഡൌൺ വരികയാണ്. കാലാവസ്ഥാ ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വിതരണ ശൃംഖല താറുമാറായി കഴിഞ്ഞാൽ നമ്മൾ ഗ്രിഡിനെ സ്വാധീനിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭക്ഷ്യ സ്വാശ്രയത്വം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ശേഷി വേണം, നമുക്ക് ഫാക്കൽറ്റീസ് വേണം, നമുക്ക് കോൺഫിഡൻസ് വേണം. അപ്പോൾ ആരോഗ്യവും സുരക്ഷയും വർദ്ധിക്കാൻ ഈ ഒരു ഹോം സ്റ്റേ കൾട്ടിവേഷൻ എന്നുള്ള ഒരു രീതി, നമ്മുടെ ബേസിക് ഫുഡ് ജനറേഷൻ എന്നുള്ള രീതി നമ്മളെ സഹായിക്കും. ഇത് ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത്, കൂട്ടമായിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, കൂട്ടത്തെ കണ്ടെത്താൻ പറ്റുന്നത് വരെയും ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും ഇത് ചെലവ് കുറയ്ക്കും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെലവുകൾ കുറയ്ക്കും. പരിസ്ഥിതിക്ക് ഇതാണ് ഏറ്റവും അനുകൂലമായ രീതി. പരിസ്ഥിതി സുരക്ഷിതമായിരിക്കും. മാത്രമല്ല, നമ്മൾ സാമൂഹികമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത്, കൂട്ടത്തെ കൂടെ നിർത്തുന്ന സമയത്ത് സാമൂഹിക ബന്ധം ശക്തമാകും. അത് നമ്മുടെ ജീവിതാരോഗ്യത്തെ മെച്ചപ്പെടുത്തും. ശരിക്കും ഭക്ഷണ സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമ്മളെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്ന സംവിധാനമാണ്. നമ്മളെ ഭൂമിയായിരിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ്. നമ്മൾ സ്വപ്നം കാണുന്ന സുസ്ഥിര ജീവന സംവിധാനത്തിൽ, സുസ്ഥിര ജീവന ഗ്രാമത്തിന്റെ അടിസ്ഥാനം, ഏറ്റവും അടിസ്ഥാനം ഈ ഭക്ഷ്യ സ്വാശ്രയത്വമാണ്. അതിനെ അറിയുക, അതിലാകുക, അതിൽ തന്നെ ആയിത്തീരുക. അതിനുള്ള തെളിച്ചം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.